ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു പറയുന്നതൊക്കെ കേൾക്കുമ്പോ ബോസ് അതൊക്കെ കേട്ടിങ്ങനെ രസിക്കാണ്. അപ്പോഴേക്കും എസ് ഐ പറയും, കോടതിയിൽ ഹാജരാക്കാൻ സമയമായി സാറേ. ചന്ദ്രബോസ് പറയും, ഈ ഉരുപ്പടിയെ കാണാൻ ഇപ്പോ VIP കളൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാകും. ഒരാളെയും നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ. പഴയ ശൗര്യമെല്ലാം ആവാഹിച്ചെടുത്ത് നിൽക്കുക. വിലങ്ങ് വെച്ചോളണം. ബുദ്ധിമോശം കൊണ്ട് അവൻ ഓടിപ്പോവാൻ നോക്കിയ സർവീസ് റിവോൾവർ വെച്ച് എനിക്ക് വെടിവെക്കാൻ തോന്നിയാലോ. വിഷ്ണുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, ചിലപ്പോ ഉണ്ട ചങ്കിലങ്ങാണം തറച്ചാൽ ഏത് കൊടി വെച്ച ഗുണ്ടയും ചാകുന്ന. വിഷ്ണു അതിനെയുണ്ട ഈ ചങ്ക് തന്നെ തറക്കണ്ട സാറേ, എന്നാലല്ലേ ചാവുള്ളൂ. അതില് ബോസ് ഡാ എന്ന് വിളിച്ച് വിഷ്ണുവിന്റെ ഷോൾഡറിൽ കയറി വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോഴേക്കും എസ് ഐ പറയും, സാറേ കോടതിയിലെ ബോസിനെ വിഷ്ണുവിന്റെ ദേഹത്ത് കൈവെക്കാൻ പറ്റാത്തൊരു ദേഷ്യാണ്, കൊണ്ടുപോടോ എന്ന് പറഞ്ഞ് ബോസ് അവിടുന്ന് പോകും. അങ്ങനെ വിലങ്ങ് വെച്ചതിന് ശേഷമാണ് പോലീസുകാരെ വിഷ്ണുവിനെ ജീപ്പിൽ കയറ്റി അവിടുന്ന് കൊണ്ടുപോകുന്നത് കോടതിയിലേക്ക്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയോടൊപ്പം ഇപ്പോഴും ജഗദീപ് ഉണ്ട്. അങ്ങനെ ജഗദീപ് ചോദിക്കണേ, ആ ബ്രേസ്ലെറ്റ് അയാളുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് അയാൾ സമ്മതിക്കോ? ശാലിനി പറയും, അയാളെ സമ്മതിക്കാതിരിക്കാൻ കാരണം അല്ല, ഈ കേസിലും കൂട്ടത്തിലൊക്കെ പെടാനായിട്ടെ അവന്മാർക്ക് പേടിയായിരിക്കും മാഡം. കോടതി എന്ന് പറഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. ശാലിനി പറയും, അതൊക്കെ ഈ ലോക്കൽ കള്ളന്മാരുടെ കേസുമായിട്ട് ചെല്ലുമ്പോഴല്ലേ. ഇത് ചെല്ലുന്നത് കളക്ടറാ, വിവരങ്ങൾ തരേണ്ട രീതിയിൽ തന്നെ തരും, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് അയാൾക്കറിയാം. അപ്പൊ ജഗദീപ് പറയും, അബദ്ധമായിപ്പോയി, മര്യാദയ്ക്ക് പഠിക്കാൻ പോയിരുന്നെങ്കിൽ വല്ല IAS പഠിച്ച് കളക്ടറൊക്കെ ആവായിരുന്നല്ലേ. ഇതിപ്പോ ഭാര്യ ജയിലിൽ പോയതാണ്ടാ, അല്ലെങ്കിൽ അവളുടെ അടിയും കൊണ്ട് ജീവിതവും നശിച്ച് അവളെങ്ങാണം ഇറങ്ങിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പിന്നെ അടിയുടെ പൂരായിരിക്കും. ശാലിനിക്കും ആർക്ക്? ജഗദീപ് പറയും, എനിക്ക് അല്ലാണ്ട് ആർക്ക്? ശാലിനിക്ക് ഇത് കേട്ടിട്ട് ചിരിക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കാം. പിന്നീട് കാണിക്കുന്നത് ആ കട ഉടമ അവിടെ വന്നിട്ടുണ്ട്. ശാലിനി പറയും, ദാ ആ കാണുന്നയാളാണ്. ജഗദീപ് പറയും, അങ്ങോട്ട് ചവിട്ടിക്കോ ചേട്ടാ. അങ്ങനെ വണ്ടി ആളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം. അങ്ങനെ ശാലിനി വരുമ്പോ തന്നെ നമസ്കാരം പറയും. എന്നിട്ട് പറയും, അനുപല്ലവി എന്ന് പറയുന്ന ഒരു കുട്ടി വിളിച്ചിട്ട് എല്ലാം പറഞ്ഞിരുന്നു മാഡം, എന്നെ കൊണ്ട് എന്ത് സഹായമാണ് മാഡത്തിന് ആവശ്യം? ശാലിനി ആ ബ്രേസ്ലെറ്റ് കൊടുത്തിട്ട് പറയും, ഇത് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണോന്ന് മോഡൽ നോക്കിയിട്ട് പറയാൻ പറ്റില്ലേ? അപ്പൊ അയാളെ അത് ശാലിനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ലെൻസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാണ്. ഇത് ഞങ്ങളുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് മാഡം. 3 ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണ ആവശ്യത്തിനായിട്ട് സത്യാമ്മ മാഡം വന്ന് വാങ്ങിച്ചിട്ട് പോയതാ. ശാലിനിക്കും അത് ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ് മാഡം. ഈ മോഡല് ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ ശാലിനിക്കും ഈ വിവരം കോടതിയിൽ വന്ന് പറയുന്നതില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയാൾ പറയും, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അതും ഞങ്ങളുടെ കടയിലെ ബ്രേസ്ലെറ്റിനെ കുറിച്ച് പറയാനല്ലേ. ഞാൻ വരാം മാഡം എന്ന് ശാലിനിയോട് പറയണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ജില്ലാ കോടതിയാണ്. അവിടെ രോഹിത്തും ഭാമയും വന്ന് നിൽപ്പുണ്ട്. ഭാമ പറയും, പ്രാർത്ഥിക്കാനുള്ളതെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, വഴിപാട് കഴിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം വഴിപാടും നടത്തിയിട്ടുണ്ട്, എന്റെ കുഞ്ഞിനൊരു ആപത്തും കൂടാതെ പുറത്തു കൊണ്ടുവരുന്ന എന്റെ ഈശ്വരന്മാരെ എന്നിങ്ങനെ പ്രാർത്ഥിക്കാണ്. അവര് വന്നപ്പോ അവിടെ ആരും ഇല്ലെങ്കിലും അല്പസമയം കഴിയുമ്പോ ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണുവിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ, അവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ഭാമ പറയും, മോനെ വിഷ്ണുവിനെ കൊണ്ട് അവര് വരുന്നത് കാണുന്നില്ലല്ലോ. രോഹിത് പറയും, പോലീസല്ലേ, അവർക്ക് അവരുടേതായ സമയം ഉണ്ടാകും, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. ഇതേ സമയം മധുശ്രീ അവിടെ എത്തിയിട്ടുണ്ട്. ഇവരെങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, തള്ള മകനോടുള്ള സ്നേഹം കാണിക്കാൻ കെട്ടിയൊരുങ്ങി വന്ന് നിൽപ്പുണ്ടല്ലോ. മകന് തൂക്കുമരം കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോഴും ചമയത്തിന് ഒരു കുറവുമില്ല. വിഷ്ണുവിനിപ്പോ കണ്ടകശനിയാണ് സത്യമേ, അത് അവനെയും കൊണ്ടേ പോകൂ. ശിവഭഗവാനെ വിളിക്ക്, മകനെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്ക്. വിളി ഇപ്പോഴാണെങ്കിലേ കേൾക്കും. കാലിന്റെ തിരുമുറ്റത്തേക്ക് വലതുകാലും പൊക്കി നിൽക്കാണല്ലോ മകൻ എന്നിങ്ങനെ വിചാരിച്ചു നിന്നതിന് ശേഷം ഫോൺ എടുത്ത് ബോസിനെ വിളിക്കണേ. എവിടെ ചിറ്റപ്പാ? അവനെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവാ. അവന്റെ വിധിവാചകവും പോക്കറ്റിലിട്ടുകൊണ്ട് ജഡ്ജി ദാ തെക്ക് വടക്ക് നടക്കുക. ഓൺ ദ വേ അടി. കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ട് അതിന്റെ വിധി എന്താണെന്നും അതേത് വിധിയിൽ അവസാനിക്കുന്നു നമുക്ക് കേൾക്കണമെന്നില്ലല്ലോ. അവന്റെ കാര്യത്തിലെ ഇന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. മധുശ്രീ പറയും, ഇവിടെ ഒരു ലോഡ് പൂങ്കണ്ണീരുമായിട്ട് അമ്മ മഹാറാണി കോടതി മുറ്റത്ത് വന്ന് നിൽക്കുക, മകനെ ഒന്ന് മുഖം കാണിക്കാനായിട്ട്. ബോസ് പറയും, എടി ഇതുവരെയുള്ള സത്യഭാമയുടെ പെർഫോമൻസും ഇപ്പോഴത്തെ വിഷ്ണുവിന്റെ ആറ്റിറ്റ്യൂഡും വെച്ച് നോക്കുമ്പോ അവൻ അവർക്ക് മുഖം കൊടുക്കുന്ന എനിക്ക് തോന്നില്ല. എന്തായാലും ആട്ടം പറഞ്ഞറിയിക്കാനുള്ളതല്ലല്ലോ, അത് കണ്ടു തന്നെ അറിയാം. എന്നാ പിന്നെ ഓക്കേടി, കോടതി മുറ്റത്തേക്ക് ഞാൻ ഇപ്പൊ എത്തും. അവിടെ നടക്കാൻ പോകുന്ന ആട്ടത്തിനുള്ള വിളക്ക് കൊളുത്തിക്കോ. മധുശ്രീ പറയും, ഇവിടെ ആട്ടമല്ല നടക്കാൻ പോകുന്നത്, കീചകവധവ, പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിക്കൊണ്ടുള്ള നിർത്തിപ്പൊരിക്കൽ. അത് കേൾക്കുന്ന ബോസ് ഇങ്ങനെ അട്ടസ്റ്റ് ചിരിച്ചിട്ട് കോള് കട്ട് ചെയ്യാണ്. ശേഷം മധുശ്രീ വിചാരിക്കും, തെളിവിനായിട്ട് നെട്ടോട്ട് ഓടുന്ന വിഷ്ണുവിന്റെ പ്രാണനെ ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ. ഇനി കണവനെ രക്ഷിക്കാനായിട്ടുള്ള കച്ചിത്തുരുമ്പൊന്നും കിട്ടാത്തത് കൊണ്ട് കരഞ്ഞ് പ്രാണൻ കളയാനുള്ള ഒരുക്കത്തിലായിരിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയം ശാലിനി ഒരു തെളിവായിട്ടാണ് അങ്ങോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഭാമ രോഹിത്തിന്റെ അടുത്ത് പറയും, ഇതുവരെ വിഷ്ണുവുമായിട്ട് അവര് വന്ന് കണ്ടില്ലല്ലോ. രോഹിത് പറയും, ഇപ്പൊ കൊണ്ടുവരുമായിരിക്കും സത്യം എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും പോലീസ് വാഹനം അങ്ങോട്ട് എത്താണ്. അങ്ങനെ ഈ സമയം മധുശ്രീയും അതുപോലെ സത്യഭാമയും രോഹിത്തും ഒക്കെ
വിഷ്ണുവിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അങ്ങനെ പോലീസുകാരും ചന്ദ്രബോസും കൂടെ വിഷ്ണുവിനെ വണ്ടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വിഷ്ണു ഭാമയെ കാണുമ്പോ തന്നെ മുമ്പുണ്ടായതിനേക്കാളും ദേഷ്യം ഇരട്ടിയാവാണ്. ശേഷം വിഷ്ണു ചുറ്റിലും നോക്കുന്നുണ്ട്. ഇപ്പൊ തരയുന്നത് ശാലിനിയാണ്. ബോസ് പറയും അങ്ങോട്ട് നടക്കടാ. അങ്ങനെ വിഷ്ണു അവര് പറഞ്ഞതുപോലെ കൂടെ നടക്കും. ഭാമയുടെ അടുത്തെത്തുമ്പോ മൈൻഡ് ചെയ്യാണ്ട് പോകുമ്പോ മോനെ എന്ന് വിളിക്കുമ്പോഴും വിഷ്ണു മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നു പോകാൻ തുടങ്ങുക. അതില് ഭാമ മോനെ എന്ന് വിളിച്ച് വിഷ്ണുവിന്റെ കൈ പിടിച്ചു വെക്കും. എടാ അമ്മയോട് എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് പോടാ. അപ്പോ വിഷ്ണു അതിന് മറുപടി ഒന്നും പറയുന്നില്ല. രോഹിത്തെ ശാലിനി വന്നില്ലേ? രോഹിത് പറയും ബ്രോ ടെൻഷൻ ആവണ്ട, ശാലിനി വരും ഉറപ്പാ. അപ്പൊ ബോസ് പറയും എന്തോ നട ഇത് കൊച്ചു വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാനേ, ഇത് നിന്റെ അയൽവക്കത്തെ പെട്ടിക്കടയൊന്നുമല്ല, കോടതിയാണ്. ഇവിടെ കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട്, സമയക്രമവും. അപ്പൊ വിഷ്ണു പറയും അത് തന്നെയാ എനിക്കും പറയാനുള്ളത്, മര്യാദ അത് വേണം. പോലീസിന് അതില്ലേലേ ജനം പഠിപ്പിക്കും, മുട്ടേ നിർത്തി പഠിപ്പിക്കും. ബോസ് പറയും ഉവ് ആരാ പഠിക്കാൻ പോകുന്നതെന്നേ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കും പറയാം. എടാ കോടതിയിൽ നിന്നെ ഹാജരാക്കുന്നത് വരെയുള്ളൂ നിനക്ക് പോലീസുകാർ തരുന്ന ഈ കൺസിഡറേഷൻ. അത് കഴിഞ്ഞാ പിന്നെ ഉത്സവമേള. ചെറുപ്പത്തിൽ നീ കുടിച്ച മുലപ്പാല് വരെ നീ ഇപ്പൊ ഇവിടെ കക്കിന്ന് വരും. അപ്പൊ വിഷ്ണു പറയും അതിനൊരു അന്തസ്സുണ്ടോ ചന്ദ്രബോസെ, മുലപ്പാലല്ലേ, പക്ഷെ ഒരു ആയുസ് മുഴുവൻ പറ്റിച്ചുണ്ടാക്കിയതൊക്കെ കോടതിക്ക് മുൻപിലെ ഛർദിച്ചിറക്കേണ്ടി വന്ന അതിന്റെ നാറ്റം മാറാൻ മഹാസമുദ്രങ്ങൾ ഒത്തുചേരുന്നിടത്ത് മുങ്ങാങ്കുഴി ഇടേണ്ടി വരും. ഓർത്തു വെച്ചോ, ഉപകരിക്കും. ബോസിന് ദേഷ്യം വരും. നാവടക്കട, നിനക്കുള്ളതുകൊണ്ടാ അവിടെ പുഴുകി വെച്ചിട്ടുണ്ട്, പിടിച്ചു കൊണ്ടുപോടവനെ എന്ന് പറയുമ്പോ വിഷ്ണുവിനെ കൂട്ടി അവരവിടുന്ന് പോവാണേ. ഭാമ എത്ര കെഞ്ചി പറഞ്ഞിട്ടും നോക്കിയിട്ട് പോലും വിഷ്ണു മൈൻഡ് ചെയ്യാണ്ടയാ പോയിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് മധുശ്രീ അപ്പുറത്ത് നിൽപ്പുണ്ട്. വിഷ്ണുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബോസും ഭാമയെ ഇങ്ങനെ പുച്ഛത്തിൽ നോക്കി ചിരിച്ച് അവിടുന്ന് പോവാ. പോയി കഴിഞ്ഞാൽ ഭാമയ്ക്കും മോനെ രോഹിത്തെ അവനെ ജാമ്യം കിട്ടുമോ? രോഹിത് പറയും എനിക്ക് ശാലിനിയിൽ വിശ്വാസമുണ്ട് സത്യാമ്മ, ബ്രോയെ രക്ഷിക്കാൻ വേണ്ടി ശാലിനി എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ഭാമയ്ക്കും നീ ആരാ ജോത്സ്യനാണോ മുൻകൂട്ടി അങ്ങ് പ്രവചിക്കാൻ? ഇങ്ങനെ ഒരു കേസിൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ അധികാരമുള്ള ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിങ്ങനെ ഒരു ആപത്ഘട്ടം വരുമ്പോഴാ തെളിയിക്കേണ്ടത്. അവൾക്ക് സ്റ്റേഷനിനെ വിഷ്ണുവിന് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റിയില്ലല്ലോ. എന്നാ പോലീസും പട്ടാളും ഒക്കെ അവളുടെ കളക്ടർ പദവിക്ക് താഴെയാണെന്നാ പറച്ചില്. എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെയും അവള് മൂലം ഒന്നും നടക്കാൻ പോകുന്നില്ല. രോഹിത് പറയും സത്യമേ വിഷ്ണു ബ്രോ ശിക്ഷിക്കപ്പെടാൻ ശാലിനി ഒരിക്കലും സമ്മതിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. പക്ഷെ എന്ത് വില കൊടുത്തും ശാലിനി വിഷ്ണു ബ്രോയെ രക്ഷിച്ചിരിക്കും, അതെനിക്ക് ഉറപ്പാ. അപ്പോഴേക്കും കോടതിയുടെ ബെല്ല് കേൾക്കുമ്പോ രോഹിത് പറയും നമുക്ക് അങ്ങോട്ടിരിക്കാം, കോടതി കൂടാറായി. അങ്ങനെ ഭാമയും രോഹിത്തും കൂടെ കോടതിയുടെ ഉള്ളിലേക്ക് പോവാണേ. വിഷ്ണുവിനെ അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കാം. കണ്ണുകെട്ടിയ നീതിദേവതയും അവിടെ തന്നെയുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയും അവിടെ എത്തിയിരിക്കാം. കൂടെ ആ ജ്വല്ലറി ഉടമയുണ്ട്, അതുപോലെ മധുശ്രീയും ഭാമയും, അങ്ങനെ എല്ലാവരും. അപ്പൊ അങ്ങോട്ട് വിഷ്ണുവിനെതിരായിട്ട് വാദിക്കാൻ എത്തിയിരിക്കുന്നത് അമീർ അബ്ദുള്ളയാണ്. നീതി ദേവതയെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊല, അതും സ്നേഹം നടിച്ച് വിളിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയെ തന്നെ പ്രലോഭിപ്പിച്ച് വിവാഹ ദിനം വരെ എത്തിച്ചിട്ട് നിഷ്ഠൂരം കൊന്നു തള്ളിയ അതിക്രൂരവും പൈശാചികവുമായ ഒരു കൊലപാതകം. അതെന്തിനു നടത്തി, അതെന്തിനു വേണ്ടി നടത്തി, ആര് നടത്തി? ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിച്ച ഈ കൊലപാതകത്തെ കുറിച്ചാണ്. അപ്പോഴേക്കും അർജുൻ അവിടെ നിന്ന് ഒബ്ജക്ഷൻ യുവർ ഓണർ. കോടതിക്കും എന്ത് ഒബ്ജക്ഷനാണ് മിസ്റ്റർ അർജുൻ? പ്രോസിക്യൂട്ടർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, വിസ്താരം പോലും ആയിട്ടില്ല. യുവർ പ്രൊസീഡ് മിസ്റ്റർ അമീർ. അപ്പൊ താങ്ക് യു യുവർ ഓണർ എന്ന് പറഞ്ഞ ശേഷം വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വയ്ക്കും എന്താ നിങ്ങളുടെ പേര്? വിഷ്ണു. അമീർ വയ്ക്കും ജോലി? വിഷ്ണു പറയും ഇപ്പൊ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പൊ അമീർ വയ്ക്കും നേരത്തെ എന്തായിരുന്നു? വിഷ്ണു പറയും ഒരു ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പൊ അമീർ വയ്ക്കും അതിനു മുമ്പ്? വിഷ്ണു അതിന് മറുപടി പറയാതെ നിൽക്കണേ. ഭാമയ്ക്കൊക്കെ ആ ചോദ്യം കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണേ. അമീർ വയ്ക്കും പറയൂ അതിനു മുമ്പ് എന്തായിരുന്നു ജോലി? വിഷ്ണു മിണ്ടാതെ നിൽക്കണേ. അപ്പോ അർജുൻ പറയും ഐ ഒബ്ജക്ഷൻ യുവർ ഓണർ. കുറെ കാലങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളിലേക്ക് എന്റെ കക്ഷിയെ മനഃപൂർവ്വം കൊണ്ടുപോയി വാദിഭാഗം വക്കീല് മനഃപൂർവ്വം ഈ കേസിന്റെ ഗതി തിരിച്ചുവിടുകയാണ്. എന്റെ കക്ഷിയെക്കുറിച്ച് കോടതിക്ക് തെറ്റായ ധാരണ തരാനുള്ള ഒരു മാർഗമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിക്കരുതെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. എന്നാൽ കോടതി പറയും യു പ്രൊസീഡ് മിസ്റ്റർ അമീർ. അർജുനെ അവിടെ ഇരുത്തും. അങ്ങനെ അമീർ ചോദിക്കും പറയൂ ഹോട്ടൽ ബിസിനസിന് മുമ്പ് എന്തായിരുന്നു നിങ്ങൾക്ക് ജോലി? ഐ മീൻ എന്തൊക്കെയോ പണസംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടത്തിയിരുന്നില്ലേ? വിഷ്ണു അമ്മയുടെ ഫിനാൻസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും പറയുമ്പോ തന്നെ അമീർ വക്കീൽ പറയും യെസ് ഓർ നോ, അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ വിഷ്ണു പറയും നടത്തിയിരുന്നു. അപ്പൊ കോടതിയോട് പറയുമ്പോ വിഷ്ണു കോടതിയെ നോക്കിയിട്ട് പറയും ചെറിയ രീതിയിൽ നടത്തിയിരുന്നു. അമീർ അബ്ദുള്ള പറയും ചെറിയ രീതിയിലല്ല ഓണർ, വലിയ രീതിയിൽ തന്നെയായിരുന്നു നടത്തിയത്, വലിയ പലിശയ്ക്ക്, അതും കറുത്തിറക്കൽ പലിശ എന്ന് വരെ പറയേണ്ടി വരും. അങ്ങനെ കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി ആളുകളെ ഭീഷണിപ്പെടുത്തിയും വീട് കയറി ആക്രമിച്ചും വാങ്ങിച്ചവരുടെ സ്വകാര്യ ജീവിതം നശിപ്പിച്ചും. അപ്പോഴേക്ക് അർജുൻ പറയും ഒബ്ജക്ഷൻ യുവർ ഓണർ. കേസുമായി ഒരു ബന്ധവും ഇല്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സംഭവത്തെക്കുറിച്ച്
പബ്ലിക് പ്രോസിക്യൂട്ടർ വിളിച്ചു പറയുന്നത് ഉള്ളിലുള്ള എന്തോ വിദ്വേഷം ഇപ്പൊ പറഞ്ഞു തീർക്കുന്നു എന്ന തോന്നലുളവാക്കുകയാണ്. അപ്പൊ അമീർ പറയും, കേസ് തെളിയിക്കുന്നതിന്റെ ആവശ്യത്തിനായി പ്രതിയെന്ന് ആരോപിക്കുന്ന ആളുടെ സ്വഭാവവും പ്രവർത്തനങ്ങളും ചുറ്റുപാടുകളുമായിട്ടുള്ള അയാളുടെ ബന്ധങ്ങളും വിശദീകരിക്കേണ്ടതായ ആവശ്യമുണ്ട് യുവർ ഓണർ. പ്രതി കുറ്റം ചെയ്തോ ഇല്ലയോ എന്നല്ല, പ്രതി കുറ്റം ചെയ്യാൻ പ്രാപ്തനാണോ എന്നതിലേക്കാണ് എന്റെ ചോദ്യങ്ങൾ ചെല്ലുന്നത്. അത് തീർത്തും കാർത്തിക കൊലക്കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും ഇതിനാൽ ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വിഷ്ണുവിനെതിരെ ആക്രമണത്തിനും ഭവനവേദനത്തിനും കൊലപാതക ശ്രമത്തിനും അന്നത്തെ ലോക്കൽ പോലീസ് എടുത്ത വിശദ വിവരങ്ങൾ ഞാൻ ഇവിടെ കോടതിക്ക് മുമ്പാകെ സമർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അത് സമർത്ഥിക്കുക. കോടതി അത് പരിശോധിക്കുമ്പോ അമീർ പറയും, ഇനി ഞാൻ മുമ്പ് പറഞ്ഞ ആ വാചകം ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ പറയുകയാണ്. മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന നിഷ്ഠൂരവും പൈശാചികവുമായ ഒരു സ്നേഹക്കൊല. ഈ സ്നേഹക്കൊലപാതകം എന്നുള്ള വാക്ക് ഞാൻ കണ്ടെത്തിയതല്ല യുവർ ഓണർ. ഈ കേസിന്റെ തുടർഭാഗങ്ങൾ കേട്ടുകഴിയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യമാവുന്നതാണ്. വിഷ്ണു ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ കടിച്ചമർത്തി നിൽക്കുമ്പോഴും അർജുനും ശാലിനിയും കണ്ണുകൊണ്ട് കാണിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. പ്രതിയാക്കപ്പെട്ട വിഷ്ണു ഗുണ്ടയായിരുന്നു എന്നതുപോലെ തന്നെ സ്ത്രീയെ തന്നിലേക്ക് ആകർഷിക്കാനും അവരുടെ സ്നേഹം പിടിച്ചുപറ്റാനും വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറുള്ള ആളായിരുന്നു. ഇതോടെ കേൾക്കുമ്പോൾ വിഷ്ണുവിനങ്ങ് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഈ വാചകങ്ങൾ ശാലിനിക്കും ഇഷ്ടപ്പെടുന്നില്ല. ഒരു വിവാഹബന്ധം നിലനിൽക്കെ ആ ബന്ധത്തിൽ നിന്നും മോചിതനാവാതെ മറ്റൊരു വിവാഹബന്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ പ്രതി നിലവിലുള്ള നിയമവും നിയമവ്യവസ്ഥയെയും തള്ളിപ്പറയുന്ന ആളാണെന്ന് പ്രശ്നക്കാരനാണെന്നും ഇത്രയും കേട്ടതിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോഴേക്ക് അർജുൻ ഒബ്ജക്ഷൻ പറയും. വിവാഹം കഴിഞ്ഞാലല്ലേ യുവർ ഓണർ രണ്ടാം വിവാഹം കഴിച്ചെന്ന് പറയാൻ പറ്റൂ. ഇവിടെ രണ്ടാം വിവാഹം എന്റെ കക്ഷി കഴിച്ചിട്ടില്ല. അമീർ പറയും, എങ്ങനെ കഴിക്കും? വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയാണ് കാർത്തിക. ആ കാർത്തികയാണ് യുവർ ഓണർ നെട്ടൂർ പാലത്തിന് താഴെ ഒരു കാറിലെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മരിച്ചത് കാർത്തികയാണെങ്കിൽ കൊല്ലാൻ പ്രേരിപ്പിച്ചത് പ്രതിപട്ടികയിലുള്ള 4ാം പ്രതി വിഷ്ണു. 1ാം പ്രതിയും 2ാം പ്രതിയും 3ാം പ്രതിയും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് യുവർ ഓണർ. അപ്പോഴും വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കും. കോടതിയേക്കും, പ്രതിയാക്കപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വിഷ്ണു അറിയും, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. അപ്പൊ കോടതി അറിയും, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സാക്ഷി വിസ്താരം തുടരാം. ഇവിടെ ഒരു ഡിജിറ്റൽ തെളിവ് ഹാജരാക്കാനുണ്ട് യുവർ ഓണർ. കല്യാണ ദിവസം, അതായത് മരണപ്പെട്ട കാർത്തികയും പ്രതിയാക്കപ്പെട്ട വിഷ്ണുവും തമ്മിലുള്ള കല്യാണത്തിന്റെ അന്ന് കല്യാണ മണ്ഡപത്തിന്റെ ഗ്രീൻ റൂമിൽ വെച്ച് ഒരു കൊലപാതക ശ്രമം നടക്കുകയുണ്ടായി. വിഷ്ണു കാർത്തികയുടെ ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിയണമെന്നും ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുന്നും പറഞ്ഞ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ആ പെൻഡ്രൈവ് കൊടുക്കുക. ഇതിൽ നിന്നും കാർത്തികയെ കൊന്നത് ഈ നിൽക്കുന്ന വിഷ്ണു തന്നെയാണെന്ന് വ്യക്തമായി കോടതിക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാർത്തികയുടെ രക്തം പുരണ്ട കത്തി തെളിവായി ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അർജുൻ വീണ്ടും ഒബ്ജക്ഷൻ പറയും, എന്റെ കക്ഷിയുടെ ജീവിതത്തിലേക്ക് കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടി അവിചാരിതമായിട്ടാണ് കടന്നു കയറിയത്. അല്ലാതെ എന്റെ സുഹൃത്തും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ഇദ്ദേഹം പറയുന്നതുപോലെ വിഷ്ണു ഒരു ചതിയനോ വിവാഹ തട്ടിപ്പുകാരനോ ഒന്നുമല്ല. വിഷ്ണുവിന്റെ മനസ്സിൽ അന്നും ഇന്നും ഉണ്ടായിരുന്നത് ഒരേ ഒരു ഭാര്യ മാത്രമാണ്. അത് ശാലിനി വിഷ്ണു എന്ന ജില്ലാ കളക്ടറാണ്. അവരുടെ സ്നേഹം പവിത്രവും ദിവ്യവും ഇപ്പോഴും നിലനിൽക്കുന്നതുമാണ്. വിഷ്ണു ഈ പറയുന്ന രീതിയിലെ ഒരു സ്ത്രീലംബടനായിരുന്നെങ്കിലേ ഒരിക്കലും അവരുടെ സ്നേഹം ഇപ്പോഴും നിലനിൽക്കില്ലായിരുന്നു. യുവർ ഓണർ, വിഷ്ണുവിന് സംഭവിച്ചതെന്താണെന്ന് ഞാൻ പറയാം. യഥാർത്ഥ സത്യവും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികയെ കണ്ടുമുട്ടിയ ആ കാര്യങ്ങളെ അവിടെ കോടതിക്ക് മുമ്പാകെ അർജുൻ പറയാണ്. അമീർ പറയും, ഇമോഷൻസിനും സെന്റിമെന്റൽ സീനുകൾക്കും സിനിമയിൽ ചിലപ്പോ പ്രാധാന്യം ഉണ്ടായേക്കാം, പക്ഷെ കോടതിയിൽ വേണ്ടത് എവിഡൻസ് ആണ്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ എവിഡൻസിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്, അല്ലാതെ ശൂന്യതയിൽ നിന്നും കഥയുണ്ടാക്കി പറയുന്നതല്ല. അപ്പൊ അർജുൻ പറയും, സിനിമയിലായാലും ജീവിതത്തിലായാലും മനുഷ്യരുടെ സങ്കടങ്ങൾക്കെല്ലാം നാം കൽപ്പിക്കുന്നത് ഒരേ വിലയെ. അതുകൊണ്ടാണല്ലോ സിനിമ കണ്ട് പലരും കരയുന്നത്. അമീർ പറയും, ഞാൻ കരയാറില്ല. അർജുൻ പറയും, അത് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടായിരിക്കും, മനസ്സിൽ നന്മയില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോഴേക്കും കോടതി ഓർഡർ ഓർഡർ എന്നിങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്